വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ശ്രദ്ധയോടെ കേൾക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബിരുദ ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഒരുവിധം എല്ലാവരും കോളേജിൽ നിന്ന് കൈപ്പറ്റിയെന്ന് വിചാരിക്കുന്നു. 2025 ജയിച്ച വിദ്യാർത്ഥികൾ. സോ അവർ പലരും ചോദിക്കുന്ന കാര്യമാണ്, സർട്ടിഫിക്കറ്റിന് പിന്നെ അപ്ലൈ ചെയ്താൽ മതിയിൽ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിന് 6 മാസത്തിൻ്റെ വാലിഡിറ്റി അഥവാ ദൈർഘ്യമുണ്ടല്ലോ, അതിനുശേഷം അപ്ലൈ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് ഗ്രാജുവേഷൻ സെറമണി 2025 വഴി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഓർഡിനറി അഥവാ എമർജൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് വഴിയും അപ്ലൈ ചെയ്യാത്ത കുറച്ചധികം പേരാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്, 6 മാസത്തിന് ശേഷം അപ്ലൈ ചെയ്താൽ മതിയില്ലേ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. സാധാരണഗതിയിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നല്ലത്. ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ മറന്നു പോവുകയും ചെയ്യും. ചിലപ്പോൾ ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റോ പോകുമ്പോൾ അതിൻ്റെ തിരക്കുകൾ കാരണം നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാൻ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഏക വഴി ഒന്നില്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അത്ര പൈസ ഇല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ 400-ൻ്റെ അടുത്താണ് ഓർഡിനറിക്ക് വരുന്നത്, ദെൻ 900-ന് അടുത്താണ് എമർജൻസിക്ക് വരുന്നത്. സർട്ടിഫിക്കറ്റ് എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിലും ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ കിട്ടും. ദെൻ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസമാണല്ലോ, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ചെറിയൊരു പെനാൽറ്റി, ചെറിയൊരു ഫൈൻ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫൈൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ആ പൈസ സേവ് ചെയ്യാം. വെറുതെക്ക് യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 കൊല്ലം കൊണ്ട് പല പൈസകളും അവർ വാങ്ങിച്ചല്ലോ. അപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ലോജിക്കൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. സോ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. ഇത് ഓർഡിനറി ഓർ എമർജൻസി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.